ക്വസ്റ്റ്യൻ നോക്കുക. At 25 degrees Celsius, ഇത് നമ്മുടെ 9th ക്വസ്റ്റ്യൻ ആണ്. The concentration of H plus ions in 1 into 10 raised to minus 3 molar aqueous solution of a weak monobasic acid having acid dissociation constant Ka of 4 into 10 raised to minus 11 is x into 10 raised to minus 7 molar. The value of x is. മക്കളെ, നമ്മളെ നാഷണൽ ലെവലിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. നമുക്ക് JEE അഡ്വാൻസിന്റെ കീ ഏത് ബേസിസിലാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇതിന്റെ കറക്റ്റ് മെത്തേഡ് ഓഫ് അപ്രോച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരുപാട് പേപ്പേഴ്സ് ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്ന സമയത്ത് അവർ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോർ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ട്. അത് ചിലപ്പം സംഭവിക്കാം. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാതെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ വരുന്ന ചില മിസ്റ്റേക്സ് ആണ്. സോ അതുകൊണ്ട് ഇതിന്റെ ആക്ച്വൽ കൺസെപ്റ്റ് എന്താണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. എവിടെയാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഈ പ്രശ്നം വന്നത്, അവരുടെ ആൻസർ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് ഞാൻ പറയാം. നോക്കാം, നമ്മളെ കയ്യിൽ HA ഉണ്ട്, വീക്ക് ആസിഡ് ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് H പ്ലസും A- ആയിട്ട് മാറും. ഓക്കെ, സോ ചില ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ H പ്ലസിന്റെ കോൺസെൻട്രേഷന് നമുക്കറിയാം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, √Ka into C. അപ്പൊ √Ka into C ഡയറക്ട്ലി അപ്ലൈ ചെയ്തു. എങ്ങനെ ഡയറക്ട്ലി അപ്ലൈ ചെയ്തു? ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 into 10 raised to minus 11 into C. കോൺസെൻട്രേഷൻ എത്രയാ? 1 into 10 raised to minus 3. അപ്പൊ ഇത് 4 into 10 raised to minus 14 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into 10 raised to minus 7 എന്ന് വരും. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് x is equal to 2 എന്ന് എഴുതി. ദിസ് ഇസ് റോങ്. ഇത് തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് √Ka into C ആണ് എന്ന് ഡയറക്റ്റ്ലി എടുക്കണമെങ്കിൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, അത് അവരെന്തായാലും അസസ് ചെയ്തിട്ടായിരിക്കും ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടാവുക. ആൽഫ നെഗ്ലിജിബിൾ ആവണം എന്ന് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ആൽഫ ഷുഡ് ബി നെഗ്ലിജിബിൾ. ആൽഫ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആൽഫ ഷുഡ് ബി ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1%, ദെൻ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ നെഗ്ലക്ട് ചെയ്യാം. എവിടെ നെഗ്ലക്ട് ചെയ്യാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്. അതായത് ഇതിപ്പോ C ആണ്, ഇവിടെ എന്താ വരും? ഇവിടെ C, ഇവിടുന്ന് C ആൽഫ ഡിസോസിയേറ്റ്, ഇവിടെ ബാക്കി C- ആൽഫ വരും, ഇവിടെ C ആൽഫ വരും, ഇവിടെ C ആൽഫ വരും. അപ്പൊ Ka നമ്മൾ എഴുതുന്ന സമയത്ത് C ആൽഫ സ്ക്വയർ ബൈ C into 1 minus ആൽഫ, സോറി 1 minus ആൽഫ, 1 minus ആൽഫ. ഇതിൽ 1 minus ആൽഫന് ആൽഫ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു 1. അപ്പൊ നമുക്ക് Ka is equal to C ആൽഫ സ്ക്വയർ എന്ന് കിട്ടുന്നു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിലേക്കൊക്കെ എത്തുന്നത്. √Ka into C എന്നൊക്കെ ഈ ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ് എത്തുന്നത്. അപ്പൊ ആ അസംഷനിലേക്ക് എത്തുന്നതിന് മുൻപ് വി ഹാവ് ടു കൺഫേം ദാറ്റ് ആൽഫ ഇസ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗ്ലിജിബിൾ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക? √Ka/C ഞാൻ ചെയ്യാണ് ഇവിടുന്ന്. ആൽഫ ഇസ് ഈക്വൽ ടു √Ka/C. അപ്പൊ √Ka/C വാല്യൂ അസസ് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് 4 into 10 raised to minus 11 ഡിവൈഡഡ് ബൈ 1 into 10 raised to minus 3. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 raised to minus 8 എന്ന് വരും. സോ 2 into 10 raised to minus 4 എന്ന് വരും. 2 into 10 raised to minus 4 is very 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 less than 1%. 1% എന്നാൽ 0.01. 0.01നേക്കാൾ എത്രയോ ചെറുതാണ്. എന്ന് വെച്ചാൽ ആൽഫ ഇസ് നെഗ്ലിജിബിൾ. അപ്പൊ ആൽഫ നെഗ്ലിജിബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ x is equal to 2 എന്ന് കിട്ടി. ഞാൻ പറയുന്നത് ഈ ആൻസർ തെറ്റാണ്. അപ്പൊ അതിനുശേഷം വേറെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മുന്നോട്ട് കയറി വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ആൻസർ 2 അല്ല, ആൻസർ 3 ആണ്. നോക്കാം അവരെന്തുകൊണ്ടാണ് അത് 3 എന്ന് പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് അസസ് ചെയ്യാം. അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കണേ. അപ്പൊ ഇത് വീക്ക് ആസിഡ്, ഇതിൽ H പ്ലസ് A-. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് ഇവിടെ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ 2 into 10 raised to minus 7 എന്ന് കിട്ടി. ശരി, ഓക്കെ. അപ്പൊ അവര് പറഞ്ഞു എന്താണ്, അക്വസ് സൊല്യൂഷൻ അല്ലേ, ഇവന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 7 അല്ലേ, അപ്പൊ അവിടെ H പ്ലസിൽ വാട്ടറിന്റെ H പ്ലസ് കൂടി അവിടെ ഉണ്ടാവൂലേ എന്നുള്ളതാണ് അടുത്തൊരു ആർഗ്യുമെന്റ്. ശരി, വാട്ടറിന്റെ H പ്ലസ് എത്രയാ? 10 raised to minus 7 ആണ്, 25 degree Celsius. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്
it will be equal to 3 into 10 raised to minus 7. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 3 ആണെന്നാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നു. And again, this is also wrong. So what is the correct approach? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി വാട്ടറിൽ അവിടെ ഇക്വിലിബ്രിയം ആണ്. വാട്ടറിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇതും വീക്കാണ്, ഇതും വീക്കാണ്. ഇത് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 into 10 raised to minus 7 കൂടെ 10 raised to minus 7 ആഡ് ചെയ്ത് 3 into 10 raised to minus 7 എടുക്കാം. കാരണം ഇവിടെ ഇക്വിലിബ്രിയം ഇല്ല, ഇത് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ. പക്ഷെ ഇത് രണ്ടും വീക്ക് ആണെങ്കിൽ ദിസ് ഇസ് എ കേസ് ഓഫ് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം. ഇത് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ആയിട്ട് പരിഗണിക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആദ്യം തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ യാതൊരു വിധത്തിലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസും തന്നെ അസസ് ചെയ്യാതെ നേരെ അങ്ങ് കൊടുത്തു, ആൻസർ 2 എന്ന് കിട്ടി. രണ്ടാമത്തെ ആൾക്കാർ ഇത് ശ്രദ്ധിച്ചു, അതായത് H+ ഇവിടെ വീക്ക് ആസിഡ് ആണ്, അവിടെ H+ന്റെ കോൺസെൻട്രേഷൻ 10 raised to minus 7 പവറിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന H+ കൂടി പരിഗണിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ആൻസർ 3ലേക്ക് പോയി. പക്ഷെ അവിടെയും അവർ തെറ്റിച്ചു. ആദ്യത്തേനേക്കാൾ കുറച്ചും കൂടി ഡെപ്തിൽ അവർ ചിന്തിച്ചു, പക്ഷെ അതിനേക്കാൾ ഡെപ്തിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. കാരണം ഇത് രണ്ടും വീക്കാണ്. ഇഫ് ബോത്ത് ആർ വീക്ക്, then their mutual concentration of H+ will affect their equilibrium state. അല്ലെ, കോമൺ അയൺ എഫക്ട് വരും, അത് അപ്ലൈ ചെയ്യണം അവിടെ. സോ ഇതിന്റെ ആക്ച്വൽ അപ്രോച്ച് എങ്ങനെയാ വരിക നമ്മൾ നോക്കാം. this should be treated as a simultaneous equilibrium. ഇത് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ആയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ H2O liquid will give you H+ aqueous and OH- aqueous. Let's say ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള H+ എന്ന് പറയുന്നത് X ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് X ആണെങ്കിൽ OH- ഒബ്വിയസ്ലി എന്ത് തന്നെയായിരിക്കും, X തന്നെയായിരിക്കും. ഇവൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 10 raised to minus 14 ആണ്. ഇനി അടുത്തത് നമ്മൾ വീക്ക് ആസിഡ് എടുക്കുന്നു, HX aqueous. അതിനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് H+ aqueous കിട്ടുന്നു, ഇവിടെ X- aqueous കിട്ടുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് C കോൺസെൻട്രേഷൻ ആണ്, ഇവിടുന്ന് Y എമൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, C- Y. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ Y. ഇവിടെ എന്തുണ്ടാവും, ഇവിടെയും Y. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ കോൺസെൻട്രേഷൻ ഹിയർ, ഇറ്റ് വിൽ ബി X+ Y. ഇവിടെ എന്തായിരിക്കും, ഇവിടെ X+ Y. കാരണം H+ന്റെ ടോട്ടൽ കോൺസെൻട്രേഷൻ രണ്ടിലും ഉള്ളതിന്റെ സം ആയിരിക്കും, ഒബ്വിയസ് ആയിരിക്കും അല്ലേ. ഇനി ക്യാൻ ഐ നെഗ്ലെക്ട് ദിസ് Y? യെസ്, ഒബ്വിയസ്ലി എനിക്കത് നെഗ്ലെക്ട് ചെയ്യാം, കാരണം ഞാനത് നേരത്തെ തന്നെ ചെക്ക് ചെയ്തല്ലോ. ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ആൽഫ നെഗ്ലിജിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയർലി ഈക്വൽ ടു ഇത് എന്ത് തന്നെയായിരിക്കും, ഇത് C തന്നെയായിരിക്കും, അത് അവിടെ നിൽക്കട്ടെ. സോ വാട്ട് ഇസ് K equilibrium ഹിയർ, K equilibrium is equal to Ka. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കൊടുക്കാം. അതായത് Ka is equal to K equilibrium ഇവിടെ 10 raised to minus 14 is equal to concentration of H+, that is X plus Y, concentration of OH- that is X, divided by concentration of H2O liquid, that can be taken as 1. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തത് നോക്കുക, Ka is equal to, Ka എന്ന് പറയുന്നത് എത്ര, 4 into 10 raised to minus 11 ആണ്. That is equal to concentration of H+, that is X plus Y, concentration of X-, that is Y, divided by concentration of HX. HXന്റെ കോൺസെൻട്രേഷൻ എത്രയാ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 into 10 raised to minus 3. അപ്പൊ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 4 into 10 raised to minus 14 equal to X plus Y into Y. Equation 2. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പരസ്പരം ഡിവൈഡ് ചെയ്ത 1/2 ചെയ്താൽ നമുക്ക് X or Y ഏതെങ്കിലും ഒരാളെ നമുക്ക് കിട്ടും. സോ നോക്കാം, നെക്സ്റ്റ് ഇക്വേഷൻ 1 divided by 2 എനിക്ക് എന്താ വരിക, 1 divided by 2, ഇവിടെ 10 raised to minus 14 ക്യാൻസൽ ചെയ്താൽ 1/4 ഈക്വൽ ടു, ആൻഡ് ഇവിടെ X plus Y, ഇവിടെ X plus Y ക്യാൻസൽ ചെയ്താൽ X/Y എന്ന് വരും, X/Y. സോ ഇവിടെ എനിക്ക് കിട്ടി Y equal to 4x. Y equal to 4x. അത് ഈ Y equal to 4x എന്നുള്ളത് ഇക്വേഷൻ 1ലോ 2ലോ കൊടുത്താൽ X കിട്ടും. അപ്പൊ നോക്കുക, ഇക്വേഷൻ 1 ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പൊ 10 raised to minus 14 equal to X plus Y into X എന്നല്ലേ. അവിടെ Yക്ക് ഞാൻ 4x എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് കിട്ടുക എന്താണ്, 4x plus X 5x, 5x square എന്ന്. സോ വാട്ട് ഇസ് X? X is equal to 10 raised to minus 7 by root 5. Okay,
സോ എനിക്ക് എക്സ് കിട്ടി. സോ എനിക്ക് ഇനി എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കാണാം. വാട്ട് ഇസ് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ? എന്താ? എക്സ് പ്ലസ് വൈ. ദാറ്റ് മീൻസ് 5x. വാട്ട് ഇസ് എക്സ്? 5 into 10 raised to minus 7 by root 5. Root 5 ഈ 5 cancel ചെയ്ത് this becomes root 5. So the value of x is equal to root 5. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 10 raised to minus 7 ആണ്. So what is x here? X is equal to root 5. Root 5 എന്ന് വെച്ചാൽ it is nearly equal to 2.23 or 2.24 ആ ഒരു റേഞ്ചിൽ വരും. So 2 അല്ല 3 അല്ല. Hope this is clear. So this is a case of simultaneous equilibrium. കാരണം അവിടെ രണ്ടും വീക്ക് ആയതുകൊണ്ട് നമുക്ക് സിംപ്ലി അത് ആഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് റിലേഷൻ ജനറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ ആക്ച്വൽ അസസ് ചെയ്യാൻ. ദിസ് ഈസ് എ പ്രോപ്പർ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ.